നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പ്രകോശം, തിരുവനന്തപുരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ക്യാൻസറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ആളുകളുടെ ശരീരത്തിലും ക്യാൻസർ സെല്ലുകളുണ്ട്. അപ്പോൾ ക്യാൻസർ സെല്ലില്ലാത്ത ഒരു ബോഡിയില്ല. അപ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി അനുസരിച്ചിട്ട് അത് സെല്ലുകൾ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അതിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത സെല്ലുകളെല്ലാം കൂടി ഒരിടത്ത് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിനെ ശല്യം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഒന്നാമത് ജനറ്റിക്കായിട്ട്, അതായത് പാരമ്പര്യമായിട്ട് ഒരു കാരണങ്ങളൊന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ആഹാര സാധനം, പിന്നെ വായു, വെള്ളം, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും. അപ്പോൾ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാൻസറിൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമോതെറാപ്പി, റേഡിയേഷൻ ആൻഡ് സർജറി. അപ്പോൾ ഈ റേഡിയേഷനും കീമോതെറാപ്പിയും ആവശ്യമില്ലാത്തതാണ്. നമുക്ക് സർജറി ചിലപ്പോൾ നമുക്ക് ആവശ്യം വരാം. അതായത് പ്രത്യേകിച്ച് ഈ ഏതെങ്കിലും ഒരു അവയവത്തിന് ഇത് ശല്യം ചെയ്ത് അതിരുന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കുഴപ്പമുണ്ടാകും എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് സർജറി അത്യാവശ്യമാണ്. എന്നാൽ അൺവാണ്ടഡ് സർജറി ആവശ്യമില്ലതാനും. അപ്പോൾ സർജറി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചില കേസിൽ ഒഴിവാക്കാൻ, ചിലതിൽ ഡോക്ടേഴ്സ് എല്ലാം കഴിയുന്നവർ ഒഴിവാക്കാൻ നോക്കും. ഒഴിവാക്കാൻ പറ്റാത്തത് പിന്നെ സർജറി ഇല്ല. പിന്നെ ഇത് കീമോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദോഷവശം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ ഈ കീമോതെറാപ്പിയും റേഡിയേഷനും സാധാരണ പേഷ്യൻസിന് കൊടുക്കാറേ ഇല്ല. കാരണം കീമോതെറാപ്പിക്ക് പകരം കൊടുക്കുന്നത് കിലേഷൻ തെറാപ്പി എന്ന് പറയും. കിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്, നമ്മുടെ സിസ്റ്റത്തിനെ ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ റേഡിയേഷൻ കൊടുക്കുന്നതിന് പകരം ലേസർ തെറാപ്പി എന്ന് പറയും. അത് രണ്ടുമാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയും വളരെ കോസ്റ്റ്ലി അല്ല ഈ റേഡിയേഷൻ്റെ, പിന്നെ ഈ കീമോതെറാപ്പി ആയാലും അല്ല കിലേഷൻ തെറാപ്പി ആയാലും പിന്നെ ലേസർ തെറാപ്പി ആയാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസാണ്. അക്യൂട്ട് അത് പിന്നെ വന്ന് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ വളരെ ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ സുഖമാകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അത് വളരെ നീണ്ടുപോകും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്, എൻ്റെ സെൻറ്ററിൽ ചെയ്യുന്നത് കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പിയാണ്. അപ്പോൾ അതിന് നമുക്ക് ഏകദേശം മറ്റ് ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിലായിരിക്കും ഇത് ചെയ്യുന്നത്. ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ സെല്ലുകളെയും ഇത് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം, ഹാർട്ടിനെ ഒഴിച്ച് ബാക്കി എല്ലാ അവയവങ്ങളെയും ഈ ക്യാൻസർ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം, ഓരോ അവയവത്തിനുണ്ടാകുമ്പോഴത്തേക്കും ഓരോ ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം, തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൽ പ്രധാനമായിട്ട് വരുന്നത് ബ്രെയിൻ ട്യൂമറാണ്. ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴ. ഈ മുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടരം മുഴയുണ്ട്. ഒന്ന് ബിനൈൻ ട്യൂമർ എന്ന് പറയും, പിന്നെ ഒന്ന് മാലിഗ്നൻറ്റ്. ബിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദോഷം ചെയ്യാത്തതാണ്. മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറസ് ആണ്. അപ്പോൾ ഈ ഒരു സംഗതി നമുക്ക് ബ്രെയിൻ ട്യൂമർ വരുമ്പോഴത്തേക്ക് ഈ ക്യാൻസർ ആയിക്കഴിഞ്ഞാലും ക്യാൻസർ അല്ലാത്തതായിക്കഴിഞ്ഞാലും ഒരു ഇന്നോപ്പറബിളാണ്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ കഴിയുന്നത് നമുക്ക് സർജറി ഓപ്പൺ ചെയ്യാതെ നോക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നോപ്പറബിൾ ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ ലൈക്ക് ബ്രെയിൻ ട്യൂമർ, പിന്നെ അതുപോലെ പാങ്ക്രിയാറ്റിക് ആൻഡ് ലിവർ, ഇതിൽ ഇത്രയും വന്നു കഴിഞ്ഞാൽ വലിയ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സക്സസ് ആവുന്നതേ അല്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ കീമോതെറാപ്പി വരെ കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പി, ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിന് വലിയ ദോഷവശം ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രെയിൻ മാത്രമല്ല, പാങ്ക്രിയാസിൽ വരും, ലിവറിൽ വരും, എല്ലാ അവയവങ്ങളിലും വരും. ഇപ്പോൾ ബോൺ ക്യാൻസർ അല്ലെങ്കിൽ അതിന് സാർക്കോമ എന്ന് പറയും. അങ്ങനെ ഓരോ അവയവത്തിന് വരുമ്പോഴത്തേക്ക് ഓരോ പേരാണ് വരുന്നത്. പിന്നെ അതുപോലെ മസിൽ വരുമ്പോഴത്തേക്ക് മയോമ. ഇതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ അടുത്ത പ്രധാനമായിട്ട് വേണ്ടുന്നത് ഈ ഡയറ്റ് ആൻഡ് റെജിമെൻറ്റ്. ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആഹാര രീതി. അപ്പോൾ ക്യാൻസർ പേഷ്യന് പ്രത്യേക ആഹാരമൊന്നും വേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ തന്നെയും കഴിയുന്നതും ഈ നോൺ വെജ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നോൺ വെജ് ഒഴിവാക്കുന്നെങ്കിൽ തന്നെയും മുട്ട കഴിക്കുന്നതിന് വലിയ പ്രോബ്ലം ഇല്ല.
അതുപോലെ ചില മത്സ്യങ്ങൾ കഴിക്കാൻ കുഴപ്പമില്ല. കഴിയുന്നതും ഈ റെഡ് മീറ്റ് അതുപോലുള്ളതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രശ്നം വരുന്നത്, അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇത് പ്രമാദപ്പെട്ട പേഷ്യൻസ് ഇവരൊക്കെ നമ്മുടെ മാർത്തോമ മഹാരാജാവ്, പിന്നെ അതുപോലെ നമ്മുടെ പഴയ ഫോർമർ പ്രസിഡൻറ്റ് KR നാരായണൻ സാറ്, അതുപോലെ അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമ്മി കോർട്ടർ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.